ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം തൻസീർ പുത്തൂറുന്നു. എൻ്റെ ഭാര്യ എന്ന ആൽബം സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇതിൻ്റെ രണ്ടാം ഭാഗമായ എൻ്റെ കുടുംബം എന്ന ആൽബം നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസമുണ്ട്. അതുപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും എല്ലാവർക്കും ഭാര്യയെ പറ്റിയും അതുപോലെ കുടുംബക്കാരെ പറ്റിയും പറയാനുണ്ടാവും. പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവും എല്ലാം പുറത്തിണക്കിയ ഈ ആൽബത്തിൽ ഞാൻ ഇതുവരെ പാടിയ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് ഈ ഗാനം. എനിക്കിഷ്ടമായതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാകും എന്ന വിശ്വാസത്തോടെ ഭാര്യയും കുടുംബക്കാരെയും ഒരുപാട് സ്നേഹിക്കുന്ന, മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ ഗൾഫ് പ്രവാസികൾക്കും വേണ്ടി ഞാൻ ഈ ആൽബം സമർപ്പിക്കുന്നു. എന്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ, എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ. എത്രയെത്ര സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടെന്താ ജീവിതത്തിൽ ഇതുപോലൊരു സമ്പാദ്യം വേറെന്താ. സുഖവും ദുഃഖവും ഒരുപോലെ എന്നിൽ പങ്കിടുന്നവൾ എന്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ, എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ. സുഖകരമായ ജീവിതം ഞാൻ ആസ്വദിക്കുമ്പോൾ ഓമനിച്ചു ലാളിക്കാനൊരു കുഞ്ഞെനിക്കില്ല. ഓടി ഓടി എൻ്റെ വീട്ടിൽ ഒന്ന് കളിച്ചിടാൻ ഓട്ടുപള്ളി പോകണ കാണാൻ ഞങ്ങൾ കൊതിച്ചൊരു നാൾ. വേദനിക്കണ വാക്കുകളൽപ്പം എന്നിൽ തന്നീല, വാവയില്ലാത്തൊരു സങ്കടവും എന്നിൽ കാട്ടില്ല. എന്റെ ദേവി കരയിൽ നീ മിഴിയൊന്നു നിറക്കല്ലേ, എന്നോടിത്തിരി സ്നേഹം പോലും കുറഞ്ഞു പോകല്ലേ. എന്റെ ഭാഗ്യമായി എന്നും എന്നും കൂടെയുണ്ടവൾ, എന്നെയേറെ സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞവൾ. പ്രസവിച്ചാൽ കുട്ടിയല്ലേ ഈ ഭാര്യ, ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ. എനിക്ക് എന്റെ കുട്ടിയെ വേണ്ട, ഭാര്യയെ തന്നെ മതി. എല്ലാം ദൈവത്തിനടുത്ത്. എല്ലാ സൗഭാഗ്യങ്ങളും മണ്ണിൽ തികഞ്ഞവരാരുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റൊന്നിൽ ജീവിതം പറയിക്കും. മുഖമിന്നും വാടിയതില്ല, സ്നേഹം കുറഞ്ഞതില്ല. മുത്തിനൊപ്പം കാത്തിരുന്നാൽ വാവ വന്നേരും. ആശ വെച്ചതുപോലൊരു ദിവസം റബ്ബ് തന്നതും, മഞ്ജു നിറയും ദീവിയെ പോലൊരു കുഞ്ഞു പൈതലും. കൂട്ടിവെച്ച നാളിലെ പ്രാർത്ഥനയെന്ന് കനിഞ്ഞതും, കുട്ടി ജനിച്ചത് മുത്തരസൂലിൻ പിറന്നാൾ ദിനത്തിലും. കുട്ടിയല്ലേ ഈ ഭാര്യ, ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പുണ്യം ചെയ്തുവോ,
എന്റെ